السلام عليكم ورحمة الله أيها الطلاب الأحباء മർഹബൻ ബിക്കും ഇലാ സുഫിൻ ജദീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 5ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 5ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠമായിട്ടുണ്ടായിരുന്ന അസ്സലാമ എന്ന് പറയുന്ന പാഠമാകും അതിൻ്റെ ആക്ടിവിറ്റീസുകളുമൊക്കെ ആയിരുന്നു കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു മൻലൂമാണ്. നമ്മുടെ 5ാമത്തെ യൂണിറ്റിൽ വരുന്ന ഒരു മൻലൂമാണ് ഇൻഷാ അല്ലാ നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കൂ, നുൻഷിദു വനസ്തഹ്സിനു, നമുക്ക് പാടാം, നമുക്ക് ആസ്വദിക്കാം എന്നാണ്. എന്താണ് ഈ ഒരു മൻലൂമിൻ്റെ പേര് എന്ന് നോക്കൂ. സുലൂക്ന എന്നാണ്. മത സുലൂക്കുന എന്നാണ്. എന്താണ് സുലൂക്കുന എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം എന്നാണ് കേട്ടോ. ടീച്ചർ ആദ്യം ഈ ഒരു പാട്ടൊന്ന് പാടിത്തരാം, എന്നിട്ട് നിങ്ങളൊന്ന് കൂടെ പാടി നോക്കുകയും കൂടെ ചെയ്യണേ. قد قال لي يوما صديق كيف تسير الطريق قلت له مبتسما أمشي بملهر يليقي أمشي بملهر يليقي أسير في أقصى اليمين وفي ممر الراجلين منتبها في كل حين لكل أخطار الطريق لكل أخطار الطريق أسير دوما للأمام متبعا نهج السلام محافظا على النظام مراعيا حق الطريق مراعيا حق الطريق شرط المرور مرشدي بما يقول أقتدي يأخذ دوما بيدي يخرجوني من كل ضيق يخرجوني من كل ضيق قد قال لي يوما صديقا كيف تسير الطريق قلت له مبتسما أمشي بملهر يليقي أمشي بملهر يليقي. ടീച്ചർ പാടിയത് എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങളും പാടി പഠിക്കുക. ഇനി ഈ പാട്ടിന് വ്യത്യസ്ത ഈണങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും കൂടെ ചെയ്യണം കേട്ടോ. വ്യത്യസ്ത ഈണങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് നല്ല ഈണത്തിലും താളത്തിലുമൊക്കെ പാട്ട് പാടി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു ഈ ഒരു പാട്ടിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം. ഖദ് ഖാല ലീ യൗമൻ സ്വദീഖുൻ. ഖദ് ഖാലലി, ഖദ് തീർച്ചയായും, ഖാലലി എന്നോട് പറഞ്ഞു, ഖാല പറഞ്ഞു, ലീ എന്നോട് പറഞ്ഞു, യൗമൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു. ആരാണ് പറയുന്നത്? സ്വദീഖൻ അല്ലേ, എൻ്റെ കൂട്ടുകാരൻ. ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത് എന്ന് നോക്കൂ. കൈഫ തെസീറോ, നീ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? സാറ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, അതിൻ്റെ മുലാരിയാണ് എസീറോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തെസീറോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നീ സഞ്ചരിക്കുക. നീ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഫിത്തൊരീഖി, വഴിയിലൂടെ, വഴിയിൽ നീ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന്. ഖുൽതു ലഹു മുബ്തസീമൻ, ഇത് കേട്ട സമയത്ത് ഖുൽതു ലഹു ഞാൻ അവനോട് പറഞ്ഞു, ഖുൽതു ലഹു ഞാൻ അവനോട് പറഞ്ഞു, മുബ്തസിമൻ പുഞ്ചിരിച്ചുകൊണ്ട്. മുബ്തസിമൻ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുന്നവനായിക്കൊണ്ട്. അംഷി ഞാൻ നടക്കുന്നത് ബി മൽഹരിൻ എലീഖിൻ എനിക്ക് യോജിച്ച വഴിയിലൂടെയാണ്, അഥവാ എനിക്ക് സുരക്ഷിതമായിട്ടുള്ള വഴിയിലൂടെയാണ് ഞാൻ നടക്കുന്നത് എന്ന് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അസീറോ ഞാൻ സഞ്ചരിക്കുന്നത് ഫി അഖ്സൽ യമീനി
അക്സൽ യമീനി എന്ന് പറഞ്ഞാൽ വലതുവശത്ത് ചേർന്നുകൊണ്ട് വലതുവശത്തിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് എന്നാണ്. വഫി മമരി റാജിലീന, അതുപോലെ തന്നെ വഫി മമരി റാജിലീൻ, ആളുകൾ സഞ്ചരിക്കുന്ന വഴിയുണ്ടല്ലോ, അഥവാ റോഡൊക്കെ മുറിച്ച് കിടക്കുന്ന വഴിയുണ്ടല്ലോ, അവിടെയെല്ലാം തന്നെ മുൻതബിഹൻ, വളരെ ശ്രദ്ധാലുവായിക്കൊണ്ടാണ്, ഫി കുല്ലിഹീൻ, എല്ലായ്പ്പോഴും എല്ലാ സമയത്തും ഞാൻ വളരെ ശ്രദ്ധാലുവായിക്കൊണ്ടാണ് റോഡ് മുറിച്ച് കിടക്കുന്ന വഴിയിലൂടെ എല്ലാം മുറിച്ച് കിടക്കുന്നത് എന്നാണ്. എങ്ങനെ ലിക്കുല്ലി അഖ്താരി ത്വരീഖി, ലിക്കുല്ലി അഖ്താരിൻ, എല്ലാ അപകടങ്ങളെ തൊട്ടും, അത്വരീഖി, വഴിയിലുണ്ടാവാവുന്ന എല്ലാ അപകടങ്ങളെ തൊട്ടും വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ റോഡ് മുറിച്ച് കിടക്കുകയും റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നാണ്. അസീറു ദൗമൻ ലിൽ അമാമി മുത്തബിഅൻ നഹ്ജ സലാമി. അസീറു ദൗമൻ, ഞാൻ എപ്പോഴും സഞ്ചരിക്കുന്നത്. അസീറു, ഞാൻ സഞ്ചരിക്കുന്നു. ദൗമൻ, എപ്പോഴും. ലിൽ അമാമി, മുന്നോട്ട് ഞാൻ എപ്പോഴും സഞ്ചരിക്കുന്നത്. മുത്തബിഅൻ, പിന്തുടരുന്നവനായിക്കൊണ്ടാണ്. മുത്തബിയൻ എന്ന് പറഞ്ഞാൽ പിൻപറ്റുന്നവൻ, പിന്തുടരുന്നവനായിക്കൊണ്ടാണ്. നഹ്ജ സലാമി, സുരക്ഷിതമായിട്ടുള്ള വഴി, സുരക്ഷിതമായിട്ടുള്ള മാർഗം പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ എപ്പോഴും സഞ്ചരിക്കുന്നത് എന്നാണ്. മുഹാഫിലൻ, അതുപോലെ തന്നെ സൂക്ഷിച്ചുകൊണ്ടും, അലന്നിലാമി, നിയമങ്ങളെ, റോഡ് നിയമങ്ങളെയൊക്കെ സൂക്ഷിച്ചുകൊണ്ടും, മുറായൻ, അതിനെ പരിഗണിച്ചുകൊണ്ടും എന്നാണ്. മുറായൻ, അതിനെ പരിഗണിക്കുന്നവനായിക്കൊണ്ടും, ഹക്കത്വരീക്ക്, ശരിയായ രൂപത്തിൽ. അപ്പോൾ റോഡിലെ നിയമങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് സഞ്ചരിക്കുന്നത് എന്നാണ്. അതുപോലെ ഷുർത്തിയിൽ മുറൂരി, അല്ലെ ട്രാഫിക് പോലീസുകാരൻ, മുർഷിദി, അദ്ദേഹം ആരാണ്? എനിക്ക് മാർഗനിർദ്ദേശം നൽകുന്നവനാണ്. ബിമാ യഖൂലു, അദ്ദേഹം പറയുന്നതായ കാര്യങ്ങളെല്ലാം തന്നെ അഖ്തദി, ഞാൻ പിന്തുടരുന്നു. ഇഖ്തദ എന്ന് പറഞ്ഞാൽ പിൻപറ്റുക, പിന്തുടരുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അഖ്തദി, ഞാൻ പിന്തുടരുകയും ചെയ്യുന്നു എന്നാണ്. യൗഖുദു ദൗമൻ ബിയദി യുഖ്രിജുനി മിൻ കുല്ലി ദീഖിൻ. യൗഖുദു ദൗമൻ, അദ്ദേഹം എപ്പോഴും പിടിക്കുന്നു. ബിയദി, എൻ്റെ കൈ പിടിക്കുകയും ചെയ്യുന്നു. യുഖ്രിജുനി, അങ്ങനെ അദ്ദേഹം എന്നെ പുറത്ത് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പുറത്തേക്ക് കടത്തുന്നു. മിൻ കുല്ലി ദീഖിൻ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എന്നെ പുറത്തേക്ക് കടത്തുകയും ചെയ്യുന്നു എന്നാണ്. റോഡൊക്കെ മുറിച്ച് കിടക്കുന്ന സമയത്ത് എന്നെ സഹായിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അങ്ങനെ ആ ഒരു റോഡ് മുറിച്ച് കിടക്കാനുള്ള പ്രയാസത്തിലേക്ക് ട്രാഫിക് പോലീസുകാരൻ എന്ത് ചെയ്യുന്നു? എന്നെ സഹായിച്ചു കൊണ്ട് പുറത്തേക്ക് കടക്കുവാൻ സഹായിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് ആ ഒരു പാട്ടിൻ്റെ ആശയം എന്ന് പറയുന്നത്. ഇനി താഴെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ഈ ഒരു കവിതയുടെ ആശയം എന്താണ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. നഖ്റഉ, നമുക്ക് വായിക്കാം. നഫ്ഹമു, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. മൽമൂനൽ മൻലൂമി, ഈ ഒരു കവിതയുടെ കണ്ടന്റ് എന്താണ് അതിൽ ഉൾക്കൊള്ളുന്നത് എന്ന് വായിച്ച് മനസ്സിലാക്കാം എന്നാണ്. ഫി യൗമി മിനൽ അയ്യാമി ഖാല ലി സ്വദീഖി അനിൽ മശിയ്യി ഫി ത്വരീഖി ഫഖുൽതു ലഹു ബാസിമൻ യാ സ്വദീഖി അന അംശി ദാഇമൻ അലാ മദ്ഹരി സലീം على مظهر سليم لي أمشي بالجانب الأيمن وممد المشاة مراعيا على الأخطار والحوادث المرورية. أمشي دائما إلى الأمام وأتبع طريق السلام. أنا أحافظ على تعليمات المرور وحق الطريق. يرشدني شرطي المرور وأطيع إرشادات منه لسلامتي عند المشي في الطريق ويساعدني دائما للسلامة من أخطار الطريق. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഫി യോമിൻ മിനൽ അയ്യാം, എന്താണ്? ഒരു ദിവസം, അല്ലെ? ദിവസങ്ങളിൽപ്പെട്ടൊരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസം. ഖാലലി സ്വദീഖി, എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു. അനിൽ മശീഇ ഫി ത്വരീഖി, വഴിയിലൂടെ നടക്കുന്നതിനെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു. ഫഖുൽതു ലഹു, അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു. ബാസിമൻ, പുഞ്ചിരിക്കുന്നവനായിക്കൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു. യാ സ്വദീഖി, അല്ലയോ കൂട്ടുകാരാ. അന അംഷി, ഞാൻ നടക്കുന്നത്. ദായിമൻ, എപ്പോഴും ഞാൻ സഞ്ചരിക്കുന്നത്, ഞാൻ എപ്പോഴും നടക്കുന്നത്. അലാ മദ്ഹരിൻ സലീമി,
സുരക്ഷിതമായിട്ടുള്ള രൂപത്തിലാണ് ഞാൻ നടക്കുന്നത്. എനിക്ക് സുരക്ഷിതമായിട്ടുള്ള രൂപത്തിലാണ് ഞാൻ നടക്കുന്നത് എന്ന് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അംഷി ബിൽ ജാനിബിൽ ഐമൻ, ഞാൻ വലതുവശത്തിലൂടെയാണ് നടക്കുന്നത്. മമദിൽ മുഷാത്തി, അതുപോലെ തന്നെ റോഡ് മുറിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫുട്പാത്ത് ഉണ്ടല്ലോ അതിലൂടെ മുറാഅയ്യൻ, എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നവനായിക്കൊണ്ട്, അലൽ അഖ്തോരി, അപകടങ്ങളെ ശ്രദ്ധിക്കുന്നവനായിക്കൊണ്ടും, വൽ ഹവാദിസിൽ മുറൂരിയ, അതുപോലെ തന്നെ ട്രാഫിക് അപകടങ്ങൾ ട്രാഫിക് അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതിന് സൂക്ഷിച്ചുകൊണ്ടുമാണ് ഞാൻ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കാറുള്ളത് എന്നാണ്. അംഷി ദാഇമൻ, ഞാൻ എപ്പോഴും നടക്കുന്നത് ഇലൽ അമാമി, മുന്നോട്ട് നടക്കുന്നത്, അത്ബഉ ത്വരീഖസ്സലാം, അപ്പോഴെല്ലാം ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ആ സമാധാനത്തിൻ്റെ അല്ലെങ്കിൽ സുരക്ഷയുടെ വഴി തിരഞ്ഞെടുക്കാറുണ്ട്, അത് പിന്തുടരാറുണ്ട് എന്നാണ്. ഉഹാഫിലോ, ഞാൻ സൂക്ഷിക്കാറുണ്ട്, അലാ തഅലീമാത്തിൽ മുറൂർ, ട്രാഫിക് അധ്യാപനങ്ങളൊക്കെ, ട്രാഫിക് നിയമങ്ങളുടെ പാഠങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കാറുണ്ട്. വഹഖി ത്വരീഖി, അത് ശരിയായ രൂപത്തിൽ ഞാനത് സൂക്ഷിക്കാറുണ്ട് എന്നാണ്. യുർഷുദിനി ഷുർത്തിയിൽ മുറൂർ, എനിക്ക് ട്രാഫിക് പോലീസുകാരൻ മാർഗനിർദ്ദേശം നൽകും, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ ഞാൻ അനുസരിക്കും. ഇർഷാദാത്തി മിൻഹു, അദ്ദേഹത്തിൽ നിന്നുള്ളതായ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ അനുസരിക്കാറുണ്ട് എന്നാണ്. ലിസലാമത്തി, എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഇന്ദൽ മഷീഫി ത്വരീഖി, വഴിയിലൂടെ നടക്കുന്ന സമയത്ത്, അപ്പോൾ നമ്മളൊക്കെ റോഡ് മുറിച്ച് കടക്കാൻ നിൽക്കുന്ന സമയത്ത് ട്രാഫിക് പോലീസുകാരുണ്ടെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ, റോഡ് മുറിച്ച് കടക്കാൻ, അതുപോലെ ശ്രദ്ധിച്ച് കടക്കാനൊക്കെ അല്ലേ, ശ്രദ്ധിച്ചുകൊണ്ട് റോഡ് മുറിച്ച് കടക്കാനൊക്കെ അവർ നമ്മളോട് ആവശ്യപ്പെടാറുണ്ട് ഇല്ലേ. വയുസാഇദുനി, അദ്ദേഹം എന്നെ സഹായിക്കാറുണ്ട്, ദാഇമൻ, എപ്പോഴും, ലിസ്സലാമത്തി മിൻ അഖ്താരി ത്വരീഖി, വഴിയിലുണ്ടായേക്കാവുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് അദ്ദേഹം എന്നെ എപ്പോഴും സഹായിക്കാറുമുണ്ട് എന്നാണ്. അപ്പോൾ ഇതാണ് ആ ഒരു കവിതയുടെ ആശയം എന്ന് പറയുന്നത്. ഒരു കുട്ടിയോട് തൻ്റെ കൂട്ടുകാരനോട് ഒരു വഴിയിലൂടെ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അതിനൊരു മറുപടി പറയുന്ന രൂപത്തിലാണ് ഈ ഒരു കവിത കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും അതിൻ്റെ ആശയം മനസ്സിലായല്ലോ. ഇനി അതിന് താഴെ ആയിക്കൊണ്ട് നമുക്കൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നഖ്റ ഉൽ ജുമല, അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു സെൻറ്റൻസുകൾ വായിക്കുവാനാണ്. വനഖ്താറു, എന്നിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം അസ്സുത്തൂർ അൽ മുനാസിബ മിനൽ മൽലൂമി, ആ ഒരു ജുംലയിലെ ആശയത്തിനോട് യോജിച്ച് വരുന്ന കവിതയിൽ വന്നിട്ടുള്ള വരി തിരഞ്ഞെടുക്കുവാനാണ്. ചോദ്യം മനസ്സിലായോ? അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു സെൻറ്റൻസിനോട് യോജിച്ച് വരുന്ന ആശയത്തിൽ വരുന്ന കവിതയുടെ വരി തിരഞ്ഞെടുത്ത് എഴുതുവാനാണ്. അംഷി അലൽ ജാനിബിൽ ഐമൻ വ അല മമദിൽ മുഷാത്തി, എന്താണ്, ഞാൻ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കും, അതുപോലെ തന്നെ കാൽനടക്കാരുടെ ആ ഒരു ക്രോസിംഗ് ഉണ്ടല്ലോ, ഒരു ക്രോസ് ചെയ്യുന്ന സ്ഥലം, അതിലൂടെയെല്ലാം ഞാൻ ശ്രദ്ധിച്ചാണ് നടക്കാറുള്ളത് എന്നാണ്. അപ്പോൾ ആ ഒരു ആശയം വരുന്ന വരി നമ്മുടെ കവിതയിൽ ഏതായിരുന്നു? അസീറു ഫി അഖ്സൽ യമീനി വഫിൽ മമദിർ റാജിലീന, ഞാൻ റോഡിൻ്റെ വലതുവശം ചേർന്നാണ് നടക്കാറുള്ളത്, അതുപോലെ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ആ ഒരു ക്രോസിംഗ് ലൈനിലൂടെയാണ് മുറിച്ച് കിടക്കാറുള്ളത് എന്നാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ നോക്കൂ, യുർഷുദിനി ഷുർത്തിയിൽ മുറൂരി വ ഉത്തി ഒൽ ഇർഷാദാത്തി, യുർഷുദിനി, എനിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നു, ഷുർത്തിയിൽ മുറൂരി, ട്രാഫിക് പോലീസുകാരൻ എനിക്ക് നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ, വ ഉത്തി ഒൽ ഇർഷാദാത്തി, ആ ഒരു നിർദ്ദേശങ്ങളെയൊക്കെ ഞാൻ അനുസരിക്കുന്നു എന്നാണ്. ഏതായിരുന്നു ആ ഒരു ആശയത്തിൽ വന്നിട്ടുള്ളതായ കവിതയുടെ വരി എന്ന് പറയുന്നത്? ഷുർത്തിയിൽ മുറൂരി മുർഷിദി ബീമാ യഖൂലു അഖ്തദി, അല്ലേ, ആ ഒരു ട്രാഫിക് പോലീസുകാരനാണ് എൻ്റെ മുർഷിദ്, അല്ലേ, എനിക്ക് നിർദ്ദേശം നൽകുന്നവൻ, അദ്ദേഹം പറയുന്ന കാര്യങ്ങളെയൊക്കെ ഞാൻ പിന്തുടരുകയും ചെയ്യുന്നു എന്നാണ്. മൂന്നാമത്തെ നോക്കൂ, അന അംഷി ദാഇമൻ ഇലൽ അമാമി, ഞാൻ എപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കുന്നു, അത്തബിഉ ഇർഷാദാത്തിൽ അംനി വസ്സലാം, സമാധാനത്തിൻ്റെയും സുരക്ഷയുടെയും മാർഗനിർദ്ദേശങ്ങളെ ഞാൻ പിൻപറ്റുകയും ചെയ്യുന്നു എന്നാണ്. ഏതാണ് ഈ ഒരു ആശയത്തിൽ വന്നിട്ടുള്ള കവിതയുടെ വരി എന്ന് നോക്കൂ. അസീർ ദൗമല്ലിൽ അമാമി മുത്തബിഅൻ നഹ്ജസ്സലാമി, ഞാൻ എപ്പോഴും മുന്നോട്ട് സഞ്ചരിക്കുന്നത് ആ ഒരു സുരക്ഷയുടെ മാർഗങ്ങൾ പിന്തുടർന്നു കൊണ്ടാണ് എന്നാണ് അല്ലേ. ഇനി നാലാമത്തെ വരി നോക്കൂ, യൗമൻ ഖാലലി സ്വദീഖി അനിൽ മഷീഫി ത്വരീഖി, ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, വഴിയിൽ സഞ്ചരിക്കുന്നതിനെക്കുറിച്ച് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു എന്നാണ്. നമ്മുടെ ഒന്നാമത്തെ വരിയാണ് അവിടെ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അല്ലേ.
قد قال لي يوما صديق كيف تسير في الطريق. ഒരു ദിവസം എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു എങ്ങനെയാണ് റോഡിലൂടെ സഞ്ചരിക്കുന്നത് എന്ന്. ഇനി അഞ്ചാമത്തെ നോക്കൂ. അന ഉഹാഫിദു അലാ തഅലീമാത്തിൽ മുറൂർ. ട്രാഫിക് നിയമങ്ങളെയൊക്കെ ഞാൻ സൂക്ഷിക്കുന്നു എന്നാണ്. ഏതാണ് ആ ഒരു ആശയം വരുന്ന വരി വന്നിട്ടുള്ളത് എന്ന് നോക്കൂ. മുഹാഫിദൻ അലൻ നിലാമി മുറാഅയൻ ഹഖ്ഖത് ത്വരീഖി. അല്ലേ, എന്താണ് നിയമങ്ങളെയൊക്കെ സൂക്ഷിച്ചുകൊണ്ട്, അതെങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത് ആ രൂപത്തിലേക്ക് സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് എന്നാണ് ആ ഒരു ആശയം കേട്ടോ. ഇനി അടുത്ത അൻഷിത്ത് നോക്കൂ. നുക്കുമിലിൽ മല്ലൂമ ബിസ്തിഖ്ദാമിൽ കെളിമാത്തി. താഴെ കൊടുത്തിട്ടുള്ള ഒരു കവിത പൂർത്തിയാക്കുവാനാണ്. ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു കവിത നിങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട്. ചോദ്യം മനസ്സിലായല്ലോ. ലവ് ഉൻ അഹ്ലറുൻ, പച്ച ലൈറ്റ് അല്ലേ, ഗ്രീൻ ലൈറ്റ്. ഇനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അംഷി, ഞാൻ നടക്കുവാനാണ്, എന്നോട് സഞ്ചരിക്കുവാനാണ് എന്നാണ്. അതുപോലെ ഡാഷ് ഖിഫ്ലാ തംഷി, എന്താണ്? നീ സ്റ്റോപ്പ് ചെയ്യ് അല്ലെ, നിൽക്ക്, നീ സഞ്ചരിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി ഏത് ലൈറ്റാണ് ഉപയോഗിക്കുക? ഏത് കളർ ലൈറ്റായിരിക്കും? അവിടെ ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത് നോക്കൂ. തൂലൽ ഉംർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിലുടനീളം എന്നാണ്. അതുപോലെ ഖിഫ്ലാ തംഷി, നീ നടക്കരുത്, നിൽക്കൂ എന്നാണ്. യഹ്ലർ യഹ്ലർ, നീ സൂക്ഷിക്കുക എന്നാണ്. എൻജു ദൗമൻ, എപ്പോഴും രക്ഷപ്പെടുന്നു എന്നാണ്. ലവ് ഉൻ അഹ്മറിൻ, റെഡ് ലൈറ്റ്. ഏതായിരിക്കും അവിടെ വരുന്നത്? ലവ് ഉൻ അഹ്മറിൻ എന്നാണ് അല്ലേ. ലവ് ഉൻ അഹ്മറിൻ ഖിഫ്ലാ തംഷി, ഖിഫ്ലാ തംഷി. ദർസുൻ ഫി ആദാബിസ്സൈരി, അതായത് ബാക്കി നോക്കൂ. ദർസുൻ ഫി ആദാബിസ്സൈരി, യാത്ര പോകുമ്പോൾ, സഞ്ചരിക്കുമ്പോഴുള്ള മര്യാദകളുടെ പാഠങ്ങൾ. ലൻ അൻസാഹു, ഞാനത് ഒരിക്കലും മറന്നു കളയുകയേയില്ല. എന്തായിരിക്കും ബാക്കി വരുന്നത്? തൂലൽ ഉംരി, അല്ലെ, എൻ്റെ ആയുസ്സിലുടനീളം, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ നിയമങ്ങളൊന്നും ഞാൻ മറന്നു കളയുകയേ ഇല്ല എന്നാണ്. അപ്പം തൂലൽ ഉംരി എന്നാണ് അവിടെ വരുന്നത്. അടുത്തത് എന്താണെന്ന് നോക്കൂ. ലിമു അല്ലിമിന, നമ്മുടെ അധ്യാപകന് അല്ലെ, ശുക്രൻ ശുക്രൻ, അവർക്ക് എന്താണ്? നന്ദി നന്ദി എന്നാണ്. ഫി ഔയിനിന സിദ്തുൻ ഖദിറൻ, ഞങ്ങളുടെ കണ്ണിൽ, ഞങ്ങളുടെ ദൃഷ്ടിയിൽ, സിദ്തുൻ ഖദിറൻ, നിങ്ങളുടെ മൂല്യം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ മൂല്യം, നിങ്ങളുടെ ഒരു വാല്യൂ വർദ്ധിച്ചിരിക്കുന്നു. ഇഹ്ലർ ഇഹ്ലർ, നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കുക അല്ലെ, നീ സൂക്ഷിക്കുക. ഇഹ്ലർ ഇഹ്ലർ. പിന്നെന്തായിരിക്കും വരുന്നത്? എൻജോ ദൗമൻ, എപ്പോഴും രക്ഷപ്പെടുന്നു. ആരാണ്? മൻ എത്തഫക്കറു, ചിന്തിക്കുന്നവൻ അല്ലേ, ചിന്തിക്കുന്നവൻ എപ്പോഴും എന്താണ്? രക്ഷപ്പെടുന്നു, അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ആ ഒരു കവിത പൂർത്തിയാക്കേണ്ടത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി നമുക്ക് ഒരു അൻഷിതം കൂടെയാണ് വരുന്നത്. നുമാരിസുൽ ഖത്ത, അവിടെ കൊടുത്തിട്ടുള്ള ഒരു സെൻറ്റൻസ് അതുപോലെ എഴുതി പരിശീലിക്കുവാനാണ്, എഴുത്ത് പരിശീലിക്കാനാണ് കേട്ടോ. ഇമാത്തത്തുൽ അദ അനി ത്വരീഖി സ്വദഖത്തുൻ, വഴിയിൽ നിന്നും ഉപദ്രവം നീക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്വദഖയാണ് എന്നാണ് ഒന്നാമത്തെ സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ആ ഒരു രൂപത്തിൽ, ആ ഒരു എഴുത്ത് പരിശീലിക്കാനാണ് ആ ഒരു രൂപത്തിൽ എഴുതി നോക്കുകയാണ് വേണ്ടത്. ഒരു സെൻറ്റൻസ് കൂടെയുണ്ട്. ഉഹാഫിദു അലാ തഅലീമാത്തിൽ മുറൂർ, ട്രാഫിക് നിയമങ്ങളെ അല്ലെങ്കിൽ ട്രാഫിക് അധ്യാപനങ്ങളെ ഞാൻ സൂക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകളും ഇതേ രൂപത്തിൽ നിങ്ങൾ എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിവിടെ കുറച്ച് പദങ്ങളും അവയുടെ ജംഉകളും കൊടുത്തിട്ടുണ്ട്. അൽ മുഫ്രദു വൽ ജംഉ അല്ലേ, ചില പദങ്ങളുടെ ഏകവചനം, അതിൻ്റെ ബഹുവചനം. നോക്കൂ, മർക്കബ് എന്നതിൻ്റെ ജം ആണ്, മറാക്കിബ് എന്നും പറയാറുണ്ട്, മർക്കബാത്ത് എന്നും പറയാം. രണ്ട് രീതിയിൽ നമുക്ക് മർക്കബിൻ്റെ ജംഉ പറയാം കേട്ടോ. എന്താണ് മർക്കബ് എന്ന് പറഞ്ഞാൽ? വാഹനം എന്നാണ്. മർക്കബാത്ത് വാഹനങ്ങൾ, അല്ലെങ്കിൽ മറാക്കിബ് എന്നും പറയാം. രണ്ടും വാഹനങ്ങൾ എന്ന് തന്നെയാണ് അർത്ഥം. ഇനി ഖത്തർ, ഖത്തർ എന്ന് പറഞ്ഞാൽ അപകടം എന്നാണ്. അതിൻ്റെ ജംഉ വരുന്നത് അഖ്തോറിൻ എന്നാണ്, അപകടങ്ങൾ. ഐന് കണ്ണ് അല്ലെ, ഒയൂന് എന്നും ജംഉ പറയാറുണ്ട്. അതുപോലെ തന്നെ ആയുൻ എന്നും ജംഉ പറയാറുണ്ട്. രണ്ട് രീതിയിലും നമുക്ക് ഐനിൻ്റെ ജംഉ പറയാം. താലീം, അധ്യാപനം എന്നാണ്. അതിൻ്റെ ജം ആണ് താലീമാത്ത്, അധ്യാപനങ്ങൾ, എന്താണ്? പാഠങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാഠഭാഗത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ജംഉകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്.
ഇനി അവസാനമായിട്ട് മോജമുൽ മുഫ്രദാത്താണ് കൊടുത്തിട്ടുള്ളത് അല്ലേ, വേർഡ് ഡിക്ഷണറിയാണ്, അതായത് പദ ഡിക്ഷണറി. അപ്പോൾ ഇതിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങളൊക്കെ നോക്കി പ്രത്യേകം നോട്ട് ചെയ്ത് അവയുടെ അർത്ഥമൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് പുതിയ പുതിയ പദങ്ങൾ അറിഞ്ഞാലാണ് നമുക്ക് അറബിയിൽ നല്ല സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ ഇതോടുകൂടി നമ്മുടെ 5ാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ടീച്ചർ അവസാനിപ്പിക്കുന്നു. ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയേക്കണേ. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.